ഹലോ. അപ്പോൾ ഞാൻ ഒരു ചെടി നട്ടിട്ടുണ്ട്. അതിൻ്റെ പേരൊന്നറിയില്ല. അതിന് മുട്ടിട്ടിട്ടുണ്ട്. അടിപൊളി മുട്ട്. പൂവായാലെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, കണ്ട തെറബറാന്ന് എന്നാ പറയുക, കണ്ട മുട്ട് കണ്ട. അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടാ. കണ്ട എന്നാ കളറൊന്നും അറിയില്ല കേട്ടാ. നല്ല സൂപ്പർ ഇതിൽ കാണുന്നുണ്ട്. എന്നാ കളറെന്നറിയില്ല. ഇവിടെ കണ്ട ഇതെന്നറിയാവാ, ഇത് മുന്തിരിയാണ്. മുന്തിരി 2 തൈ വെച്ചിരുന്നു, പക്ഷേങ്കിൽ ഒന്നും ഉണങ്ങിപ്പോയി. ഇതും ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയതാണ്, നമ്മുടെ തുമ്പപ്പൂവ്. ഞാനത് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി ഒഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇതേനു കേട്ടോ, മുന്തിരിയേനു. അപ്പോൾ ആ മുന്തിരി ഉണങ്ങിപ്പോയി, എന്താണെന്നറിയില്ല. അപ്പോൾ ചെറപറാന്ന് ഇതിന് പറയുക, എന്നാന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ മേലെ മുട്ടിട്ടിട്ടുണ്ട്. ഏകദേശം 2 ആഴ്ചയോളം നിൽക്കുന്ന പൂവാണ് ഇത്. ഇതിൻ്റെ തണ്ടിങ്ങനെ നീളത്തിൽ പോയിട്ട് അതിൻ്റെ മേലെ കയക്കുക. തണ്ടിങ്ങനെ പൊന്തി വരും. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട ചെടിയത്. അതിൻ്റെ ഇത് വായിച്ചു, കുണ്ട വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇത്രത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട മുള ഇത് എൻ്റെ മോൻ വെച്ചതാണ്. മുള എത്ര മേലോളം പോകുന്ന ചെറിയ തണ്ടുള്ള പച്ച തണ്ടുള്ള മുളയാണിത്. ഇത് കറിവേപ്പിലയാണ്. പിന്നെ ചെടികൾ ഇങ്ങനെ നിറയ്ക്കണം, കുറച്ച് ചെടി വാങ്ങിക്കണം ഇവിടെ. അപ്പോൾ ഇത് ഞാൻ വളപ്പിലെല്ലാം വെച്ചത്. ഇതിന് മുറ്റത്തിൻ്റെ പണിയെടുക്കുന്ന സമയത്ത് എല്ലാം വളപ്പിൽ വെച്ച് ചെടിയെല്ലാം എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ട നല്ല ഭംഗിയിലാണ്. ഇതില്ലേ നമ്മൾ പിന്നെ ഇതൊരു ചെടിയാണ് കേട്ടോ. ശീവോതിയില്ലേ, ശീവോതിയല്ല, ഇത് ചെടി തന്നെയാണ്. ശീവോതി പോലെയുള്ള ചെടി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വയലറ്റ് കാന്താരി കണ്ട എന്തൊരു എരിവാന്നറിയാവാ. അപ്പോൾ ഇതൊക്കെയാണ്. എനിക്ക് ആകെ ഞായറാഴ്ച ലീവ് കിട്ടും. ഞാനൊരു കടയിൽ വർക്കിന് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഞായറാഴ്ച എനിക്ക് കിട്ടും. അങ്ങനെ ഞായറാഴ്ച ഞാനൊരു വീഡിയോ എടുത്തതാണ്. ഇത് കണ്ട, ഇതിൻ്റെ പേരെന്നാ, ഒരു വയലറ്റ് പൂവുള്ളത് ഇവിടെ ഉണ്ടായിരുന്നു, അത് പോയി. ഇത് കാട്ടിലെല്ലാം ഉണ്ടാകുന്നൊരു, കാട്ടിലെല്ലാം കാണാം ഈ ചെടി. അതാ ഇത് കേട്ടോ. ഇത് എൻ്റെ മോൻ വെച്ചതാണ്, നല്ല അടിപൊളി. ഇതെല്ലാം ഞാനില്ലേ ഹോട്ടലിൻ്റെ മുന്നിലെല്ലാം ഇത് കാണാറുണ്ട്. ഇങ്ങനെ ഇത്ര വലിപ്പമുള്ള ഇത് ഈ ഭാഗത്തുണ്ട് കേട്ടോ. ഉണ്ടോ, ഈ ഭാഗത്തുണ്ട് വലിപ്പമുള്ള ഇല. വേറെന്തൊക്കെയാ, ഞാൻ ഇതൊരിക്കൽ പൂവിട്ടപ്പോൾ കാണിച്ചിരുന്നു. കണിക്കൊന്ന അല്ല, കൊന്ന മഞ്ഞയല്ലേ, ഇത് വെള്ള കണി, കൊന്ന ഇത് വെള്ളക്കൊന്നയാണ്. അതിൻ്റെ തൈ ഇത് കണ്ട, വെള്ളക്കൊന്ന. അപ്പോൾ ഇത് കുരുമുളകാണ്. ഇവിടെ പിടിച്ചിട്ടുണ്ട്. മുറ്റത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഗേറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ട നല്ല ഭംഗിയില്ല, 2 ഭാഗത്ത് വലിയ ഇലയായിട്ട് വാഴേൻ്റെ ഇല പോലെ ഉണ്ടല്ലേ, നല്ല ഭംഗിയിലാണ്. എന്തൊരു വലിപ്പാ, ഇലേൻ്റെ വലിപ്പം കണ്ട. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിൽ ഒരു നല്ല റൗണ്ടായിട്ടുള്ളൊരു പൂവുണ്ടാവും. അത് ഈ മഴയുള്ള സമയത്ത് മാത്രമേ ഇതിൽ പൂക്കും. അങ്ങനെ വട്ടത്തിലുള്ള, എന്നാ പറയുക, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ലേ. ഇതൊക്കെ നല്ല ഭംഗിയിലാണ്. ഇത് വെയിലിൽ തന്നെ വെച്ചാൽ കളർ വരുന്ന ചെടിയാണ്. അപ്പോൾ ചെടികൾ ഇനി സെറ്റാക്കണം. ഇവിടെ മുന്നിലെല്ലാം നല്ല ചെടി വെക്കണം. അപ്പോൾ ഇവിടെയെല്ലാം ഈ മുന്നിലൊക്കെ ചെടി വെക്കണം. ഇനി ഇതൊക്കെ എൻ്റെ മോൻ നട്ടതാ. ഇതും ഒരു തരം മുളയാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഗേറ്റ് എന്നും വെച്ചിട്ടില്ല. ഗേറ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇത് കൊണ്ടാച്ചിട്ട് എത്രയായി, ഏകദേശം 1 മാസമായിട്ടായി. ഈ ഗേറ്റ് ഇവിടെ ഫിറ്റാക്കണം. ഏത് കാലാവധിയ പണിക്കാരും ദൈവത്തിനറിയാം. അവരുടെ ടൈം ആയിട്ടില്ല എന്നാ പറഞ്ഞ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ.